ഹലോ സോളിയോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഹീറോയുടെ എക്സ്പൾസ് 200 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് KTM ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് KTM ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റോക്ക് ബാക്ക്ഗ്രോസ് അവരുടെ ഇനി വരാനിരിക്കുന്ന KTM ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഫോട്ടോയൊക്കെ പുള്ളിക്കാരെ ചെറുതായിട്ടൊന്ന് ലീക്ക് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ KTM കോൺസെപ്റ്റ് ബൈക്കാണ്, അതുകൊണ്ട് തന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ അതിഭീകര ലുക്കാണ് കേട്ടോ. കാണാനൊക്കെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. നമുക്ക് പ്രൊജക്റ്റ് LED ഹെഡ്ലാമ്പ്സ് കാണാൻ സാധിക്കുന്നുണ്ട്, വൈഡർ ആൻഡ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർസ്. പിന്നെ ഓഫ്കോഴ്സ് കൺസെപ്റ്റ് ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് USD ഫോക്സ് ആണ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള USD ഫോക്സ് ആൻഡ് റിയർ മോണോഷോക്ക് സസ്പെൻഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു BMW Z4 കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോനെ എന്ത് കുട്ടി കാറാൻ നോക്കി. മേ ബി എക്സ്പൾസ് ഉള്ളതുകൊണ്ടാവണം, അതും റേസ്ഡ് ആയിട്ടുള്ള എക്സ്പൾസ് ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഒരു കുട്ടി കാറായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൊള്ളാം കേട്ടോ. പക്ഷെ കാല് കൊടുത്തു കഴിഞ്ഞാൽ ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് അടുത്ത ന്യൂസ് നമുക്ക് ഹോണ്ടയുടെ സൈഡിൽ നിന്നാണ്. ബിക്കോസ് ഹോണ്ട അവരുടെ ഫസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനയിലാണ് ലോഞ്ച് ചെയ്തേക്കുന്നത് കേട്ടോ. കാണാനായിട്ട് ഒരു റാലി റെട്രോ മോട്ടോർ സൈക്കിളിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. കാണാനൊക്കെ അതിഭീകര ലുക്കാണ്, ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, കാണാൻ അത്യാവശ്യം മോഡേൺ സീക്വൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. USD ഫോക്സ് വരുന്നുണ്ട്. 2 ബാറ്ററി ടൈപ്പ് ഉണ്ട്, ഒരു 4.1 kWh അതേപോലെ തന്നെ ഒരു 6.2 kWh ഉണ്ട്. ഒരു 120 കിലോമീറ്റർ അതേപോലെ തന്നെ ഒരു 170 കിലോമീറ്റർ റെസ്പെക്റ്റീവ്ലി പോകാൻ പറ്റുന്ന ബാറ്ററി കപ്പാസിറ്റിയാണ്. പിന്നെ ഒരു 15.1 kWh മോട്ടർ, അതേപോലെ തന്നെ ഒരു 15.8 kWh ഒരു മോട്ടറും നമുക്ക് ഈ ഒരു പുതിയ ഹോണ്ട ഇവോ എന്ന് പറയുന്ന ഈ പുതിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വരുന്നതാണ്. പ്രൈസിംഗ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ മേ ബി ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാവും. ഇന്ത്യയിൽ വരുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കൺഫേം പോലും ആയിട്ടില്ല കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് നമുക്ക് കാറിൻ്റെ സൈഡിൽ നിന്ന് നോക്കാം കേട്ടോ. ബിക്കോസ് 2025 ഡിഫൻഡർ അങ്ങനെ റിവീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചേഞ്ചസ് നമുക്ക് ഡിസൈൻ വൈസൊക്കെ കുറച്ച് ചേഞ്ചസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് ആയാലും റിയർ ടെയിൽ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് സ്മോക്ക് ചെയ്ത ഡിസൈൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. വലുതാക്കിയിട്ടുണ്ട്, ഒരു 13.1 ഇഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് അലോയ് വീൽസിലൊക്കെ ഡിസൈൻ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിങ്ങനെ കുറച്ച് ഡിസൈൻ ചേഞ്ചസ് ഒക്കെ ആയിട്ടാണ് പുതിയ 2026 ഡിഫൻഡർ കൊണ്ടുവന്നേക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, ബ്യൂട്ടിഫുൾ കാർ. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസ് നമുക്ക് കവാസാക്കിയുടെ സൈഡിൽ നിന്ന് നോക്കാം. ബിക്കോസ് കവാസാക്കിയുടെ നിഞ്ച 300 അങ്ങനെ 2025 വേർഷൻ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസൈൻ ചേഞ്ചസ് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല, പക്ഷേ കുറച്ച് ടെക്നിക്കൽ സൈഡ് കുറച്ച് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 3,43,000 രൂപയ്ക്കാണ് ഈ ഒരു നിഞ്ച 300 കൊണ്ടുവന്നിരിക്കുന്നത്. 2013 കൊണ്ടുവന്നപ്പോൾ ഒരു 3,50,000 രൂപയായിരുന്നു എക്സ്ഷോറൂം പ്രൈസ്. ഇപ്പോൾ കുറച്ചുകൂടി പ്രൈസ് കുറച്ചിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഡിസൈനിലൊന്നും വലിയ ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ പുതുതായിട്ട് അവരൊരു ഒരു LED പ്രൊജക്ട് ഹെഡ്ലാമ്പ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കവാസാക്കിയുടെ തന്നെ ZX6R കണ്ടുപോലെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു LED പ്രൊജക്ട് ഹെഡ്ലാമ്പ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പഴയ എഞ്ചിൻ സൈഡൊക്കെ സെയിമാണ്. ഒരു 296 പാലറ്റിൻ്റെ എഞ്ചിനാണ് ഇപ്പോഴും അതിൽ കൊടുത്തേക്കുന്നത്. വേറെ ചേഞ്ചസും കൊണ്ടുവന്നിട്ടില്ല. പ്രൈസ് ബ്രാക്കറ്റ് പറഞ്ഞല്ലോ, ഒരു 3,43,000 രൂപയാണ്. കുറച്ചുകൂടി പ്രൈസ് കുറച്ചിരുന്നെങ്കിൽ മേ ബി നിഞ്ച 300 ഒരു മാർക്കറ്റ് കിട്ടിയേനെ. ബിക്കോസ് അവർ ഡിസൈൻ ചേഞ്ച് ഇപ്പോഴും പഴയ ഡിസൈനിലാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ന്യൂസ് എന്ന് പറയാൻ സാധിക്കും. ബിക്കോസ് ഏപ്രിലിൽ അവരുടെ വാറൻറ്റി പീരീഡ് കുറച്ചുകൂടി ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഈ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, എൻജിൻ സൈഡ് റിലയബിലിറ്റി ഇഷ്യൂസൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളായിരുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ 3 വർഷം അഥവാ 36,000 കിലോമീറ്റർ എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് വാറൻറ്റി മാറ്റി ഇപ്പോൾ 4 വർഷം അല്ലെങ്കിൽ 48,000 കിലോമീറ്ററിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇനി ഏപ്രിലിൽ RS457 എടുക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസമാകും. ബിക്കോസ് ഈ ഒരു വാറൻറ്റി പീരീഡ് ഇരുന്നുകൊണ്ട് തന്നെ വേറെ ഇംപ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ മാർക്കറ്റ് മോഡിഫിക്കേഷൻസും ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻജിൻ സൈഡ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് മാറ്റി തരുന്നതാണ്. അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പറിലയുടെ സൈഡിൽ നിന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ നമുക്ക് ഹാപ്പി ന്യൂസ് തന്നേക്കുന്നത് കവാസാക്കിയുടെ സൈഡിൽ നിന്നാണ്. ബിക്കോസ് 2025 കവാസാക്കി Z900 അങ്ങനെ ഫൈനലി വന്നിട്ടുണ്ട്. ഒരു 9,52,000 രൂപയുടെ ഒരു പ്രൈസ് ബ്രാക്കറ്റിലാണ് ഇത്തവണ കൊണ്ടുവന്നേക്കുന്നത്. പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ ഒരു 14,000 രൂപയുടെ പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഈ 14,000 രൂപയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ടുവന്നെന്ന് ആദ്യമേ പറഞ്ഞുതരാം. പുതുതായിട്ട് ഒരു 6 ആക്സിസ് IMU കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കോണർ, ട്രാക്ഷൻ കൺട്രോൾ, കോണർ
ABS എന്നിങ്ങനെ വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഈ ഒരു 6 ആക്സിസ് IMU വന്നതുകൊണ്ട് തന്നെ കിട്ടുന്നതാണ്. പിന്നെ പുതുതായിട്ട് ക്രൂയിസ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോളിലോട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ LED ഹെഡ്ലൈറ്റ്സ് ആണ്, അതൊക്കെ റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. റിയർ ടെയിൽ ലൈറ്റ്സ് നമുക്ക് കുറച്ചുകൂടി സ്ലീക്കർ ആക്കിയിട്ടുണ്ട്. എന്നിങ്ങനെ കുറേ ചേഞ്ചസൊക്കെ ആയിട്ടാണ് പുതിയ കാസൊക്കെ Z900 അങ്ങനെ ഇന്ത്യയിൽ കൊണ്ടുവന്നേക്കുന്നത്. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഒരു പ്രൈസ് ഇൻക്രീസ് കൊണ്ടുവന്നെങ്കിൽ അതേപോലത്തെ ഒരു ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ന്യൂസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഈ ഒരു സമയത്ത് എല്ലാ തവണയും ഈ ഒരു സമയത്ത് കാണാമെന്ന് പറയുന്ന ദിവസങ്ങളിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം കാണാം ഇൻട്രസ്റ്റിംഗ് ന്യൂസൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.